അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുറുക്ക് പോലത്തെ ഒരു ഐറ്റംസാണ്. അത് ഇവിടെ അസീത എന്ന് പറയും അറബിയിൽ. കുറുക്ക് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമുണ്ട് കേട്ടോ, നാട്ടിലെ പോലെയല്ല. അപ്പോൾ അതിലേക്കുള്ള സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ ആട്ടമാവാണ് കേട്ടോ. ആട്ടമാവ് നല്ല വൃത്തിയാണ്, ഞാൻ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്താണ് കേട്ടോ ആട്ടമാവ്. പിന്നെ ഇത് പഞ്ചസാര, കുങ്കുമപ്പൂവ്, ഏലക്കപ്പൊടി, റോസ് വാട്ടർ, ഇത് ഇഞ്ചിപ്പൊടിയാണ് കേട്ടോ, ഇഞ്ചിപ്പൊടി, ഇത് മുട്ട, നെയ്യ്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിൽ നല്ല കുഴമ്പ് രൂപത്തിൽ ഞാൻ വെള്ളം കലക്കി ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല വിരവി വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ പഞ്ചസാര ഉരുക്കിയിട്ട് അതിൽ കൂടെ മിക്സ് ആക്കുന്നത്. ഇതിൽ കുറച്ച് കുങ്കുമപ്പൂട, കുറച്ച് ഏലക്കപ്പൊടി, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ കുഴയ്ക്കുക. ഞാൻ ആട്ടമാവിനെ നല്ലോണം ലൂസ് കണക്കിന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഞാൻ പഞ്ചസാര ഒന്ന് ഉരുക്കുകയാണ്. ഒന്ന് ബ്രൗൺ കളറിൽ വരണം. ഈ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് ബ്രൗൺ കളറിൽ വരും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, മിക്സ് ആക്കുക. അപ്പോൾ അതിനുള്ള ചേരുവയൊക്കെ ഞാൻ മാവിൽ കുങ്കുമപ്പൂവ്, ഇഞ്ചിപ്പൊടി, ഏലക്കപ്പൊടി ഇതൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് അറബി സ്റ്റൈലാണ്. പിന്നെ മുട്ട വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഈ മുട്ട എന്തിനാണെന്ന് വെച്ചാൽ, ഈ മുട്ട നമ്മളെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു ഓംപ്ലേറ്റ്, വലിയൊരു ഓംപ്ലേറ്റ് അടിച്ചിട്ട് ചെറുതായിട്ട് കൊത്തി അതിൻ്റെ മീതെ ഡെക്കറേഷൻ വയ്ക്കാനാണ് കേട്ടോ. അത് ഇവിടുത്തെ മോഡലാണ്, അത് കാണിച്ചു തരാം. പഞ്ചസാര ഉരുകി വരുന്നുണ്ട് കേട്ടോ, ബ്രൗൺ കളറാവണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതാ നല്ല ബ്രൗൺ കളർ, നല്ല ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പൊള്ളി പോകും. ഞാൻ വെള്ളം ഒഴിക്കാം കേട്ടോ. ഓക്കെ, ഇനി അതിലൊന്ന് സെറ്റ് ആവുക. ഒന്ന് തിളക്കട്ടെ. ഈ പഞ്ചസാര എല്ലാം ഒന്ന് അരിഞ്ഞ് തിളക്കുമ്പം നമ്മൾ വിരവി വെച്ചിരിക്കുന്ന ഈ കലക്കി വെച്ചിരിക്കുന്ന ആട്ട ഇതിലൂടെ മിക്സ് ആക്കും കേട്ടോ. ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ, കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളതാ സർപ്പ് നല്ല വൃത്തി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാവിനങ്ങ് ഒഴിക്കാം. കണ്ടില്ലേ, അതുപോലെ ഒന്ന് ഇളക്കുക. കണ്ടില്ലേ, നല്ലപോലെ ഇളക്കുമ്പോൾ നല്ല കട്ടിയിൽ വരും, നല്ല ലൈനായിട്ട് വരും. ഓൾറെഡി നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് അല്ലേ. തീ കുറച്ച് കൊടുക്കുക. കണ്ടില്ലേ, പിന്നെ നമ്മുടെ കുറുക്ക് അസീത റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. ഒന്ന് ദമ്മിടുക കുറച്ച് നേരത്തേക്ക്. കണ്ടില്ലേ, നമ്മുടെ 5 മുട്ടയും ഉടച്ചിട്ടുണ്ട് ഓംപ്ലേറ്റിന്. അസീതയ്ക്കാണ് കേട്ടോ, കുറുക്കിന്. കുറച്ച് ഉപ്പിടുക, നല്ലോണം മിക്സാക്കുക. അപ്പോൾ അതാ ഓംപ്ലേറ്റ് ചട്ടി ചൂടായിട്ടുണ്ട്. അഞ്ച് മുട്ടയുടെ ഓംപ്ലേറ്റ് ആണ് കേട്ടോ. വലുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം, ഞാൻ കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഓംപ്ലേറ്റ് ഞാൻ മറിച്ചിട്ടു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിയെടുക്കട്ടെ. ഇത് അതിൻ്റെ മീതെ നമുക്ക് ഡെക്കറേഷൻ ഇടാനാണ് കേട്ടോ, നമ്മുടെ ആ കുറുക്കിൻ്റെ മീതെ. അറബിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുട്ടാക്ക. നാട്ടിലാകുമ്പോൾ ഇത്രയില്ല, പക്ഷേ അതിൽ മാറ്റമുണ്ട്. ഇത് അറബി സ്റ്റൈല്, നാട്ടിലെ പോലെ അല്ല. അപ്പോൾ മുട്ട ചിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ മീതെ കേട്ടോ. ഇവിടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അസീത പാത്രത്തിലോട്ട് ഒഴിക്കണം കേട്ടോ. പാത്രത്തിലൊക്കെ നിരത്തിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടുക, ഒന്ന് ലെവലാക്കുക. അതല്ലേ അറബികളുടെ ഇഷ്ട ഭക്ഷണമാണ് കേട്ടോ ഇത്. അസീത എന്ന് പറയും അറബിയിൽ.
നാട്ടിൽ ഇത് കുറുക്കെന്ന് പറയും. പക്ഷേ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതിൽ കുങ്കുമപ്പൂവ്, ഏലക്കപ്പൊടി, സാഫ്രാൻ, പിന്നെ റോസ് വാട്ടർ, നെയ്യ് ഇങ്ങനെയൊക്കെ ഇടും. കണ്ടില്ലേ? അപ്പം അടിപൊളിയായില്ലേ? ഇനി ഇതിൻ്റെ മീതെ ഞാൻ നേരത്തെ വെച്ച ഓംലെറ്റ് ഇങ്ങനെ നിരത്തുക. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. എന്താ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. വൈകിട്ട് 4 മണിക്ക് കഴിക്കാനൊക്കെ സൂപ്പറാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതാണ് നമ്മുടെ അറബി സ്റ്റൈൽ കുറുക്ക്, അസീദ എന്ന് പറയും. ഓക്കെ.